കാരശ്ശേരിയിലെ സ്മൈൽ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തെളിയിക്കാൻ തയ്യാറാവണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്മൈൽ സൊസൈറ്റി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാരശ്ശേരിയിലെ സ്മൈൽ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്മൈൽ ഭാരവാഹികൾ മുഖത്ത് വാർത്താസമ്മേളനം നടത്തിയത്. സ്മൈൽ സൊസൈറ്റി വിൽപ്പന നടത്തിയെന്ന് ആരോപണമുന്നയിക്കുന്നവർ അത് തെളിയിക്കണമെന്നും സ്മൈലിന് ഒരു രാഷ്ട്രീയവുമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. അഴിമതി നടന്നു എന്ന് തെളിയിച്ചാൽ അത് നടത്തിയ ആളിൻ്റെ പേരിൽ നിയമ നടപടി നിലവിലെ കമ്മിറ്റി എടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇത് കൃത്യമായ ഒരു നിയമാവലിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇതിൽ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വിഷയങ്ങളിൽ ഈ സ്ഥാപനം ഏതാണ്ട് 3 കോടി രൂപയുടെ മുകളിൽ 3 കോടി രൂപയോളം ചെലവാക്കിയിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചത്. അപ്പോൾ 3 വ്യക്തികളുടെ പേഴ്സണലായിട്ട് ഇല്ലാത്തുള്ള ഡയറക്ടർമാരെ വ്യക്തി വായ്പകളോടും കൂട്ടിയിട്ടാണ് ഈ പ്രവൃത്തി പൂർത്തീകരിച്ചത്. സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു നിലക്കും ഈ സ്ഥാപനം വിൽക്കാൻ കഴിയൂല. ബാങ്കിലെ ജീവനക്കാർ ആവശ്യപ്പെട്ട് ഇത് വിൽക്കുന്ന മുറക്ക് വിൽക്കുക കൈമാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പൈസ ഞങ്ങൾക്ക് വേണമെന്നാണ്. ഈ സൊസൈറ്റി നിയമപ്രകാരം ഉണ്ടാക്കിയ സ്ഥാപനങ്ങളൊന്നും വിറ്റ് പൈസ ആക്കാൻ കഴിയൂല. അഴിമതി ഇതിനകത്ത് മുൻ ഭരണസമിതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതാരാണെങ്കിലും അതിനുള്ള നടപടി ഞങ്ങൾ ഈ കമ്മിറ്റി ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി ഏറ്റെടുക്കും. അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും, അതാരാണെങ്കിലും. സ്മൈൽ ചാരിറ്റബിൾ സൊസൈറ്റി നിയമാനുസൃതമായി രജിസ്റ്റർ ചെയ്ത ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും സ്വത്തുക്കളും സൊസൈറ്റിയുടെ ബൈലോയും നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായാണ് കൈകാര്യം ചെയ്യുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സൊസൈറ്റിയുടെ ഭൂമിയോ കെട്ടിടമോ കൈമാറ്റം ചെയ്യപ്പെടുവാൻ നിലവിലുള്ള ഭരണസമിതി ഇന്നുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സ്മൈൽ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ KPCC മെമ്പർ ഉന്നയിച്ച ആരോപണത്തിനും സ്മൈൽ ഭാരവാഹികൾ മറുപടി നൽകി. നേരത്തെ തന്നെ സ്മൈൽ വിൽപ്പന നടത്താൻ NK അബ്ദുറഹ്മാൻ തന്നെ സമീപിച്ചിരുന്നുവെന്ന KPCC അംഗം PC ഹബീബ് തമ്പിയുടെ ആരോപണം ശരിയാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചില്ലെന്നും പാർട്ടിയോട് തെല്ലൊരു സ്നേഹമുള്ളെന്നും പാർട്ടി അറിയിച്ചില്ലെന്നും കഴിഞ്ഞ ദിവസം പരിപാടി ഉദ്ഘാടനം ചെയ്ത KPCC മെമ്പറാണ്, മുമ്പ് തിരുവമ്പാടി ചാർജുള്ള ആളാണ്. അദ്ദേഹം തന്നെ പറയാണ് എന്ത് വിൽക്കാൻ വേണ്ടി 2 മാസം മുമ്പ് NK അബ്ദുറഹ്മാൻ എന്നെ അറിയിച്ചെന്നാണ് പറഞ്ഞത്. അത്ര പാർട്ടി സ്നേഹവും അത്ര പാർട്ടിയിൽ ഉത്തരവാദിത്വമുള്ള ആൾ ഇത് പാർട്ടിൻ്റെതാണ് സ്മൈലെങ്കിൽ ആ പരാതി ആ വിവരം പാർട്ടിക്ക് കൈമാറണ്ടേ? സാമാന്യ ബുദ്ധി പാർട്ടിക്ക് അപ്പോഴല്ലേ അത് കോൺഗ്രസിന്റെ ആകണുള്ളൂ. അത് അദ്ദേഹം പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞ. കാരശ്ശേരിയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് സ്മൈൽ ഭാരവാഹികൾ ഉന്നയിച്ചത്. പാർട്ടിയെ എങ്ങനെ നയിക്കണമെന്ന് അറിയാത്ത ആളുകളാണ് നേതാക്കളെന്നും ഇവർ പറഞ്ഞു. എന്താ ജനം ഓലപ്പനല്ല, അതുകൊണ്ടാണ് ഞാൻ ജയിച്ചേ. ജനം എൻ്റെ കൂടെ ഇനി ഞാൻ ജയിച്ചേ. പിന്നെ കാരശ്ശേരിയിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്താണെന്ന് അറിയാത്തവരാണ് ഇപ്പോഴും ഇല്ലേ. ഞാൻ പറയാം, DCC പ്രസിഡന്റിനെ ഒരിക്കൽ വളരെ മോശമായിട്ട് പറഞ്ഞതിന് ഒരാൾ സസ്പെൻഷൻ നേരിട്ട് DCC പ്രസിഡന്റ് മാപ്പ് കൊടുത്ത് അയാൾ ഈ പാർട്ടിയിലുണ്ട്. ACC സെക്രട്ടറിയെ പോസ്റ്റ് ചെയ്ത് എന്ത് മോശമായിട്ട് അയാളും ഈ പാർട്ടിയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പ്രിയങ്ക ഗാന്ധി ഈ ഇലക്ഷനിൽ മുഖ്യമന്ത്രി വിഷയവുമായി പ്രിയങ്ക ഗാന്ധിന്റെ ഓഫീസിന്റെ ഡോർമിലാ കൊണ്ടുപോയി ഒട്ടിച്ച് എന്ത് ഇവിടെ മത്സരിക്കാൻ വരണമെന്ന് ആരോ ചെയ്യോ, ഏതോ പാർട്ടിക്കാർ ചെയ്യോ. പാർട്ടി എന്താണെന്നൊന്നും ഓർക്ക് അറിയില്ല. പാർട്ടിയായിട്ട് ഒരു ബന്ധവുമില്ല. ഏത് ബന്ധമുണ്ട് വെച്ചാൽ ബന്ധമുണ്ട്. പാർട്ടിന്റെ അച്ചടക്കം, അതിൻ്റെ പാർട്ടിൻ്റെ റൂള്, എങ്ങനെ സമൂഹത്തിൽ ഇറങ്ങണം, എങ്ങനെ സമൂഹത്തിനുമായി ബന്ധപ്പെടണം, എങ്ങനെ പാർട്ടി വളർത്തുന്ന ഒരു ടെക്നിക്കൽ ഐഡിയ ഇല്ലാത്ത ആളുകളാണ്. PC ഹബീബ് തമ്പിക്ക് കാരശ്ശേരി ബാങ്കിൽ ഉൾപ്പെടെ A ക്ലാസ് മെമ്പർഷിപ്പ് ഉണ്ടെന്നും ഇത് എങ്ങനെ ലഭിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VN സുഹൈബ്, ജിജി ഉഴുന്നാലിൽ, സാദിഖ് പുൽപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.